എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക, ചിലതൊക്കെ നിന്നിൽ നിന്ന് വിളയിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ആ നിഴലിൽ നീ പാർക്കണം. അറിയാവുന്ന വാക്യത്തിലൂടെ പോകാം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ബോധ്യം തരുന്നു, ചില വീടുകളുടെ മേൽ നിന്നും ചില ബാധകളിൽ നിന്ന് അഴിഞ്ഞു പോകും. നിന്റെ വീടിന് മേൽ ദൈവത്തിൻ്റെ നിഴൽ വ്യാപരിക്കാൻ പോവാ. ഇന്നത്തെ ചിന്തയ്ക്ക് നമ്മൾ ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഒരു സന്ദേശം നിങ്ങളോട് പറയാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ് ധ്യാനിക്കാൻ പോകുന്നത്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലബാനോനിലെ ലബാനോനിന്റെ വീഞ്ഞിനെ പോലെ ഇരിക്കും. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ സ്വന്തം ജനം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയായിത്തീർന്നു. അകന്നുപോയ ജനതയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ പല പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ കൂട്ടത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചൊരു പ്രവാചകനാണ് ഹോശേയ പ്രവാചകൻ. യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഗാസ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായ യെരോബെയാമിൻ്റെ കാലത്തുമാണ് ഹോശേയാവ് എന്ന് പറയുന്ന പ്രവാചകൻ എഴുന്നേറ്റത്. അവൻ എഴുന്നേറ്റ് ജനത്തോട് പ്രവചിക്കുന്നത്, സ്തോത്രം, ദൈവത്തിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞാണ് പ്രവചിക്കുന്നത്. 6-ാം അധ്യായം 1-ാം വാക്യം, വരുവീൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ, വായിച്ചു കേൾപ്പിക്കാമോ? നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. വിട്ടുപോയ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ കടിച്ചു കീറിയിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് അവൻ നിന്നെ എഴുന്നേൽപ്പിക്കും. 3-ാം ദിവസം അവൻ നിന്നെ ജീവിപ്പിക്കും. നാം അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുമെന്നാ? ജീവിച്ചിരിക്കുകയും ചെയ്യും. അടുത്ത വാക്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കാം. യഹോവയെ അറിയാൻ നാം നിങ്ങൾ അങ്ങോട്ട് ഉത്സാഹിച്ചോണം. നിങ്ങൾ മറ്റൊന്നും അറിയാൻ ശ്രമിക്കരുത്. ആരെ അറിയണം? ദൈവത്തെ അറിയാനായിട്ട് ശ്രമിക്കാം. ഇനി 14-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 14-ാം അധ്യായം 1-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. 4-ാം വാക്യം, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. കണ്ടോ? അപ്പം ഇവരുടെ അസുഖം എന്തുവായിരുന്നു? ക്യാൻസർ മാത്രമൊന്നുമല്ല അസുഖം. ബൈബിള് ഭാഷയിൽ പിന്മാറ്റം ഒരു അസുഖമാണ്. എല്ലാവരും കയറി പിടിച്ചിട്ടുണ്ടേ, വല്ല പുഴുക്കുത്തും വീണിട്ടുണ്ടേ. സ്തോത്രം. ഇന്ന് മടങ്ങി വരണം. ഇവിടെ എഴുതിക്കുക, ഞാൻ അവിടെ നിന്ന് നിൽക്കാൻ എനിക്ക് സമയമില്ല. സ്തോത്രം. 14-1, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. ഞാനൊരു കാര്യം പറയാം. ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ, യോഗത്തിനിരിക്കുമ്പോൾ അകന്നോ അടുത്തോന്നൊന്നും അറിയത്തില്ല. ഹോസ്പിറ്റലിൽ ചെന്നാ പനിയുണ്ടോന്ന് സ്തോത്രം ചെക്ക് ചെയ്യാൻ പണ്ടൊക്കെ നാക്കിനടിയിലും കഷത്തിലുമൊക്കെ ആയിരുന്നു സ്തോത്രം പനിയുടെ അളവറിയാനുള്ള മിഷൻ വെക്കുന്നു. ഇപ്പം നെറ്റിക്കോട്ട് ഞെക്കിയ തെളി. ഇനി ഒരു മിഷൻ അടിച്ചാൽ പഞ്ചായത്തിൽ ആർക്കൊക്കെ പനിയാണെന്ന് തെളിയും. ഇത്രയൊക്കെ ഇറങ്ങും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ എന്താ പഠിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ പിന്മാറ്റത്തിലാണോ അല്ലയോ എന്നറിയാൻ ഉള്ള ഒരു മിഷനും ഇവിടെ ഇല്ല.
പക്ഷെ അവരവർക്കറിയാം അവരവര് ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, കൃപയെ തന്നെയാണോ എന്ന് ചോദിച്ചേ. ചുമ്മാ ഒന്ന് ചോദിച്ചേ, ചിരിച്ചോണ്ട് ചോദിച്ചേ. നിങ്ങൾ ചോദിച്ചാൽ ശരിയാവും. ഈ പോലീസുകാർ വഴിയിൽ നിന്ന് വരുന്ന വണ്ടിക്കെല്ലാം കൈ കാണിക്കുമ്പം ലൈസൻസ് ഉള്ളവന് ഒരു പേടിയില്ല. ഉണ്ടോ? ഇല്ലാത്തവനോ? ഒരു നെഞ്ചിടിപ്പ്. അതുപോലെ ചെറുക്ക് യോഗത്തിനിരിക്കുമ്പോൾ ഒരു ചെറിയൊരു നെഞ്ചിടിപ്പുണ്ട്. അതൊക്കെ മാറാനാ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം. ഇനി ഞാൻ ആ ഭാഗമൊക്കെ നിങ്ങളെങ്ങനെ മടങ്ങി വന്നാൽ അവരെഴുതിക്കുക, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ആമീൻ, സ്തോത്രം. അടുത്തോട് വായിച്ചേ. എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കുക. ഇപ്പൊ അവരുടെ മേൽ എന്താ കിടക്കുക? ദൈവകോപം കിടക്കുക. എന്റെ കോപം അവരെ വിട്ട് മാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. കണ്ടോ? സ്തോത്രം. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാ, ദൈവകോപത്തിനൊന്നും ഒരിക്കലും ഇട കൊടുക്കരുത്. സ്തോത്രം. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ദൈവം കോപിക്കുന്ന ഒരു കാര്യവും ചെയ്യില്ലെന്ന് പറ. ഹല്ലേലൂയ. ദൈവം കോപിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്, ആരും ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അനുഗ്രഹമായിരിക്കും. അപ്പം ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിക്കും. മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പ്രവചിക്കുന്ന പ്രവചനമാണ് നമ്മളിന്ന് വായിച്ചത്. അങ്ങനെ നിങ്ങൾ മടങ്ങി വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് എങ്ങനെ ആയിരിക്കുമെന്ന് 7-ാമത്തെ വാക്യത്തിലുണ്ട്. അവന്റെ നിഴലിൽ പാർക്കുന്നവർ. സോറി അതിന്റെ 2 വാക്യം കൂടെ മുകളിൽ. ഹല്ലേലൂയ. അവന്റെ കൊമ്പുകൾ പടരും. അല്ല, 5-ാമത്തെ വാക്യം. ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും. ഞാൻ ഇസ്രായേലിന് എങ്ങനെ ഇരിക്കും? ദൈവം പറയാ, ഹോശേയാവിലൂടെ പറയാം, ഞാൻ ഇസ്രായേലിന് എങ്ങനെ ഇരിക്കും? മഞ്ഞു പോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം. ദൈവം മഞ്ഞ് പോലെ ഇരുന്നാൽ നീ താമര പോലെ പൂക്കും. പിന്നെ ലബാനോൻ വനം പോലെ വേരുന്നു. നീ വേരുന്നു. പിന്നെ അവന്റെ കൊമ്പുകൾ പടരും. അവന്റെ ഭംഗി ഒലിവൃക്ഷത്തിന്റെ ഭംഗി പോലെയും അവന്റെ വാസന ലബാനോന്റേത് പോലെയും ഇരിക്കും. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും. അതാണ് ഇന്നത്തെ സന്ദേശം. മുകളിലൊക്കെ പറഞ്ഞാല് നിങ്ങൾക്കറിയാം, ഇവിടെ കിടന്ന് നൃത്തം ചെയ്യുന്ന ദൂതുണ്ട് അവിടെ. ഞാൻ അവിടെ എങ്ങും തൊടാതെ ഈ വാക്യത്തിൽ വരിക. ദൈവത്തിൻ്റെ നിഴലിൽ പാർക്കുന്നവനിൽ അവിടെ എഴുതിയിരിക്കുക, ദൈവത്തിന് സ്തോത്രം, വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ നിഴലിൽ പാർക്കുന്നവർ. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു വലിയ ആത്മിക ദൂത. നാം ചുമ്മാ ഒരു പച്ച മനുഷ്യനെ പോലെ ജീവിക്കരുത്. നാം ഒരുവന്റെ നിഴലിൽ ശരണം പ്രാപിക്കണം. നിങ്ങൾ കണ്ടില്ല, ഈ ഭയങ്കര വെയിലുള്ളതൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തൊക്കെ പണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോയി നിൽക്കും, ഒരു തണലുമില്ല. എനിക്കറിയാം, ഈ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും. ഇന്നലെ സ്കൂളിൽ പിള്ളേർക്ക് വല വലിച്ചു കെട്ടാനുള്ളൊരു തൂണ് വേണം. ആ തൂണിനൊക്കെ മറിഞ്ഞ് ചിലർ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പം ഒരു നിഴലുണ്ടെങ്കിൽ നിഴലിൻ്റെ പിറകിൽ ഒന്നുകിൽ ഒരു വസ്തുവുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുണ്ട്. ദൈവം പറയുക, നിങ്ങൾ എൻ്റെ നിഴലിൽ വേണം പാർക്കാൻ. അമ്മമാര് പണ്ട് ചെയ്യുന്നൊരു ജോലിയുണ്ട്. ഈ കുറേ കോഴിമുട്ട പറക്കി ഒരു തള്ളക്കോഴിയുടെ കീഴിൽ വെച്ചിട്ട് 10-21 ദിവസങ്ങൾ വെച്ചേക്കും. അതെന്തിനാണെന്നറിയോ? ഈ കോഴിയുടെ ചൂട് കോഴി മുട്ടയിൽ അടിക്കുമ്പോൾ ഈ മുട്ടയായിട്ടിരിക്കേണ്ടതല്ല. ഇതിനകത്തുനിന്ന് അടുത്ത കുഞ്ഞു പുറത്തു വരണമെങ്കിൽ ഈ ചൂട് അതിന്മേൽ അടിക്കണം. ഞാൻ ഇന്ന് പ്രസംഗം തുടങ്ങുക. നിങ്ങളുടെ വീടിനെ സാത്താനല്ല ഭരിക്കേണ്ടത്. നിങ്ങളുടെ വീടിന്മേൽ ദൈവത്തിൻ്റെ നിഴല് കിടക്കണം. ഞാൻ ദൂതിലോട്ട് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇതുവരെ വിളയാത്ത ചിലത് നിന്റെ കുടുംബത്തിൽ വിളയാൻ പോവാ. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഇതുവരെ നടക്കാത്ത ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയെ നടക്കാൻ പോവാ. മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാഴ്ച കാണുകയാ. ലോകത്തിന് കാണാൻ കഴിയാത്തൊരു നിഴൽ നിന്റെ മേൽ കിടപ്പുണ്ട്. ഞാനത് എന്താണെന്ന് വചനത്തിലൂടെ ഒന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് വരാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ. ഈ
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കണ്ട, എന്നെ നോക്കിയിരുന്നാൽ മതി. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. അടുത്തോടെ കേട്ടെ, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. പക്ഷേ ശൂന്യതയുടെ മുകളിൽ, ഇരുളിൻ്റെ മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു ദൂത് അവിടെ ഉണ്ട്. നിനക്ക് ശൂന്യത വരുത്തിയ ഇരുട്ട് ആഴങ്ങളിൽ എത്ര വലിയ പ്രവൃത്തി അഴിച്ചുവിട്ടാലും വെള്ളത്തിന് മീതെ ഒരാത്മാവിൻ്റെ പരിവർത്തനമുണ്ടെങ്കിൽ വീണ്ടും ആ ഭൂമിയിൽ ഒരു പണി നടക്കും. ജീസസ്. ലൈഫ് ശൂന്യമാക്കിയതിൻ്റെ പിമ്പിൽ ഒരു ഇരുട്ടുണ്ടെങ്കിൽ ഇന്ന് വിശ്വസിക്കണം, ആ ഇരുട്ടിൻ്റെ മുകളിൽ ഒരാത്മാവിൻ്റെ പരിവർത്തനമുണ്ട്. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക, ചിലതൊക്കെ നിന്നിൽ നിന്ന് വിളയിക്കാൻ ദൈവം ആഗ്രഹിക്കുക. ആ നിഴലിൽ നീ പാർക്കണം. അറിയാവുന്ന വാക്യത്തിലൂടെ പോകാം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ബോധ്യം തരുന്നു, ചില വീടുകളുടെ മേൽ നിന്നും ചില ബാധകളിൽ നിന്ന് അഴിഞ്ഞു പോകും. നിന്റെ വീടിന് മേൽ ദൈവത്തിൻ്റെ നിഴൽ വ്യാപരിക്കാൻ പോവാ. 91 സങ്കീർത്തനം കാണാതെ അറിയാവുന്നവരൊന്ന് കൈവക്കാവോ? മൊത്തം പേർക്കും അറിയാം. സ്തോത്രം. നിങ്ങളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. സ്തോത്രം. 119 സങ്കീർത്തനം കാണാൻ അറിയാവുന്നവരുന്ന് കൈവക്കി. ഒരു കുഞ്ഞുങ്ങൾ പോലും. 95 പ്രാധാന്യത എന്നാ പറഞ്ഞു തുടങ്ങാം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ, സങ്കീർത്തനക്കാരൻ പറയുക, രാത്രിയിലെ ഭയവും പകൽ പറക്കുന്ന അസ്ത്രവും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിക്കും സംഹാരകനും നിന്റെ വശത്ത് 1000 പേരും നിന്റെ വശത്ത് 10,000 പേരും വീണാലും ഇതൊന്നും അടുക്കത്തില്ല, കാരണം എന്നിൽ ഒരുവൻ്റെ നിഴലുണ്ട്. ഞാൻ സർവശക്തൻ്റെ നിഴലിൻ്റെ കീഴിലാണ് പാർക്കുന്നത്. ആ ഉറപ്പുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചില വീടുകളുടെ മേൽ ദൈവത്തിൻ്റെ നിഴല് കിടക്കുകയാ. ഇന്ന് പകൽ നിന്റെ വീടിനകത്തൊരു ശാപത്തിൻ്റെ നിഴലാണെങ്കിൽ ഇന്നത് പൊട്ടിമാറണം. അമ്മ, സർവശക്തന്റെ നിഴല്. യേശുക്രിസ്തുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചൊരു ഭാഗം മത്തായി സുവിശേഷം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ വിവരിക്കുന്നുണ്ട്. ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക്, മരണത്തിന്റെ ദേശത്തിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. കണ്ടോ? ആ ദേശത്തിന്റെ അതിന് തൊട്ടുമുകളിൽ ആ ദേശം ഏതൊക്കെ വായിക്കുന്നു? സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം. ഈ ദേശത്തിന്റെ പ്രത്യേകത, ഇവര് മരണനിഴലിലിരിക്കുക. പക്ഷേ ആ നിഴലിനെ തകർക്കുന്നൊരു വെളിച്ചം അവിടേക്ക് വെളിപ്പെട്ടു. ആരാണ് വെളിച്ചം? ക്രിസ്തു. അങ്ങനെങ്കിൽ ചില വീടുകൾക്കകത്ത് മരണനിഴൽ കിടപ്പുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിന്റെ മേൽ കിടക്കേണ്ടത് ദൈവത്തിന്റെ നിഴലാണ്. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നിന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത, പാർക്കാൻ അനുവദിക്കാത്ത, മരണഭീതിയുള്ള നിന്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ തകർത്ത് കളയുവാൻ എൻ്റെ ദൈവത്തിൻ്റെ നിഴല് നിന്റെ മേൽ വ്യാപരിക്കുക. 30 വർഷം പുറകിൽ ഓരോ വർഷവും ഓരോരുത്തരും മരിക്കുന്നൊരു മരണനിഴല് എൻ്റെ വീടിന്മേലുണ്ടായിരുന്നു. സ്തോത്രം. ഏറ്റവും പുറകിലിരിക്കുന്ന ദൈവദാസി 2-3 ദൈവദാസന്മാരെയും കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ആ കുടുംബം ഒരൊറ്റ പ്രാർത്ഥന, അന്ന് എൻ്റെ വീട്ടിന് മേൽ വ്യാപരിച്ച മരണനിഴല് പൊട്ടി. ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ ദൂത് പറയുക, സംഭവിക്കാൻ ഉണ്ടാക്കിയ ദുഷ്ടന്റെ നിഗൂഢ പദ്ധതികളെ വഴിമാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ നിഴല് ഇന്ന് നിന്റെ മേൽ വീഴണം. ഞാൻ ആത്മാവിൽ വെളിപ്പെടുത്തി തരിക, ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ നിഴല് വീഴണം. നിഴലെന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെങ്കിൽ നിഴലും ഉണ്ട്. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ബോധ്യം തരിക, കേട്ടുകേൾവി പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഈ നിഴല് നിന്റെ മേൽ വീണാൽ നിന്റെ വീട്ടിൽ ആരംഭിക്കാൻ പോവാ.
ഇന്ന് വിശ്വസിക്ക്. ആമീൻ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും, പിന്നെ പറയാവോ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പാർക്കുന്നത് എവിടാണ്? സർവശക്തന്റെ നിഴലിലാണ്. നീ നടക്കുമ്പോഴും നിന്റെ കൂടെ ഒരു നിഴലുണ്ട്. നിന്നെ ചിലരൊക്കെ ഇല്ലായ്മപ്പെടുത്താൻ പദ്ധതിയിട്ടു, പക്ഷെ നിന്നോട് അടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നീ ഒരുവന്റെ നിഴലിലാണ്. തകർന്നു പോകുമെന്ന് നിനക്ക് തന്നെ തോന്നി, പക്ഷെ നീ തകർന്നു പോയില്ല. കാരണം എന്തോ ഒരു കാര്യം നിന്നെ ബാലൻസ് ചെയ്യുന്നു. അതെന്തുവാന്ന് പറഞ്ഞറിയിക്കാൻ നിനക്കറിയത്തില്ല. ആ നിഴല് നിന്റെ മേൽ കിടപ്പുണ്ട്. നീ ഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ, ആകാശത്തൂടെ യാത്ര ചെയ്തപ്പോൾ, വലിയ കുരുക്കി ചെന്ന് കയറിയപ്പോൾ ആ നിഴല് നിന്നെ ഭാവി വലയം ചെയ്യുകയാണ്. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. 57 സങ്കീർത്തനം 1 വാക്യത്തിൽ പെട്ടെന്ന് ദൂതിലോട്ട് വരട്ടെ. 57 സങ്കീർത്തനം 1 വാക്യം. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, അതേ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും. ഓ, എനിക്ക് ശരണം പ്രാപിക്കാൻ ഒരു ചിറകിന്റെ നിഴലുണ്ട്. എത്ര പേര് ആമീൻ പറയും? 91 സങ്കീർത്തനത്തിൽ വായിക്കുക, കോഴി തന്റെ കുഞ്ഞിനെ തൂവല് കൊണ്ട് മൂടുന്ന പോലെ തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ദൈവം പറയുക, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം. നിന്റെ വീടിന് തീർപ്പെഴുതിയതാ, എതിരാളി താളിയോലകളിൽ നിന്റെ കുടുംബത്തിന്റെ അന്ത്യം എഴുതിയതാ. എഴുതിയ താളിയോല ഇന്നും അങ്ങനെ നിൽക്കുമ്പോഴും നീ ഈ ശാലയത്തിൽ കയറി സ്തോത്രം പറയാൻ കാരണം ആ ഒരെഴുത്തുകൾക്കും അടുക്കുവാൻ കഴിയാത്ത ഒരു ചിറകിന്റെ നിഴല്. നമ്മൾ ഈ പ്രാർത്ഥന നടത്തുന്ന സ്ഥലം ഞാൻ കാണുന്നത് ടിൻഷീറ്റ് അല്ല, മുകളിൽ അതിൻ്റെ മുകളിൽ ഒരുത്തൻ ചിറക് വിരിച്ചു നിൽക്കുക. ഓ, നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കാതെ വണ്ണം എൻ്റെ ദൈവം ഇതാ ചിറക് വിരിച്ച് ഒരു തിരിച്ചറിവെന്നുണ്ടാകണം. നീ ജീവിച്ചിരിക്കുന്നത് നിന്റെ മിടുക്കല്ല. ദൈവമേ എന്നോട് കൃപയുണ്ടാകണേ, എന്നോട് കൃപയുണ്ടാകണേ. ഈ ആപത്തുകൾ, അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം. ഒരു കാര്യം ഞാൻ പറയാം, ആപത്തുകൾ ഒഴിഞ്ഞു പോകും. ഒരാമയും പറഞ്ഞാട്ടെ, എന്തോ പറയും? കർത്താവ് പറയുന്നു, സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ നിറഞ്ഞിരിക്കണം. എനിക്കെന്തോ ദൈവാത്മാ പറയാം, ആപത്തുകൾ ഒഴിഞ്ഞു പോകും. നിന്റെ സന്തതിക്കെതിരെ വരുന്ന ആപത്തുകൾ ഒഴിഞ്ഞു പോകും. ചിലത് നിന്റെ വീടിനെ കുറിച്ച് ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, ആത്മാവ് പറയുന്നു അത് ഒഴിഞ്ഞു പോകും. Glory to God. Glory to God. Glory to God. എപ്പോഴും ഒരു വെളിപ്പാടൂടെ പറയാം. ഒരു വിഷയത്തെക്കുറിച്ച് ദൈവം പ്ലാൻ ചെയ്യുന്ന പോലെ പിശാചും പ്ലാൻ ചെയ്യും. ഞാനിപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പ്ലാൻ ചെയ്യുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് 10 മണിയാകുമ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് സ്തോത്രം കുമളി കൂടെ കയറി ഡിണ്ടിക്കലി ചാടി സ്തോത്രം ഞാൻ ബാംഗ്ലൂർക്ക് പോവുക, പ്ലാൻ ചെയ്യുക. ബാംഗ്ലൂരിൽ ചെന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഒരു ദിവസം പ്രസംഗിച്ച് ചൊവ്വാഴ്ച രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് തിരുവല്ല വരാൻ പോകും. ഞാൻ പ്ലാൻ ചെയ്തേക്കുക. ചെല്ലുന്ന സമയം, താമസിക്കുന്ന ഹോട്ടൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കുക. ഇതുപോലെ ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സ്തോത്രം എന്നെ ലക്ഷ്യത്തിൽ എത്തിക്കാതെ വണ്ണം പിശാചും പ്ലാൻ ചെയ്യും. പക്ഷേ ആ പ്ലാൻ ഒന്നും നമ്മളിൽ വർക്കൗട്ട് ആകാത്ത എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന വിഷയത്തിലൊരു നിഴല് വീണ് കിടക്കുക. ഒഴിയുന്ന എങ്ങനെയാന്ന് ഞാൻ പറയാം. ഏത് ആങ്കൊച്ച് ജനിച്ചാലും കൊല്ലാൻ നിയമം രാജ്യത്ത് നിൽക്കുക. സകല പിള്ളേരെയും പിടിച്ച് നീലനദിക്കകത്തിടുക. കൊച്ചുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ചോരക്കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ച് ചമി പന്ത് പോലെ ഊതി വീർത്ത് ചത്തു പൊങ്ങിക്കിടക്കുക നദിക്കകത്ത്. ആ നദിക്കകത്തോട്ടൊരു ഞാങ്ങണപ്പെട്ടകത്തിൽ മോശക്കുഞ്ഞിനെയും കൊണ്ടുവച്ചു. മിരിയാം ദൂരെ നിന്ന് നോക്കുക, അവന് എന്തു ഭവിക്കും? മിരിയാമേ, നീ മനസ്സിൽ കരുതിയതൊന്നും ഭവിക്കത്തില്ല, അത് ഒഴിഞ്ഞു പോകും.
നീ ഈ കുഞ്ഞുങ്ങളെ പോലെ ഇവനെ മുക്കിക്കൊല്ലാനാ പ്ലാൻ. പക്ഷെ ഇവൻ ജനിച്ചപ്പോൾ മുതൽ ഇവന്റെ പേരൊരു നിഴല് കിടപ്പുണ്ട്. ഹാ ജീസസ്. നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവുക. ഓ, നിന്റെ വീട്ടിൽ ഗ്ലോറി ടു ഗോഡ്. പ്രതീക്ഷിക്ക്, പ്രതീക്ഷിക്ക്, പ്രതീക്ഷിക്ക്. സാഹചര്യത്തിനെതിരെ ശബ്ദിക്ക്. നീ പ്രതീക്ഷിക്ക്. ആരുടെ വീട്ടിൽ നടക്കാത്ത കാര്യം നിന്റെ വീട്ടിൽ നടക്കും. ഇന്ന് വരെ സാക്ഷ്യം പോലും കേട്ടിട്ടില്ലാത്ത രീതിയിൽ നിന്റെ കാര്യത്തിൽ ചിലത് ഒഴിഞ്ഞു പോവും. ഗ്ലോറി. നോക്കിക്കേ, മോശയുടെ പെങ്ങൾ നോക്കി നിൽക്കുക. അവന് എന്ത് ഭവിക്കും? ഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയത് ഭവിക്കുന്ന സീനായി ഇവള് കാണുന്നത്. എന്താ? സാധാരണ ഭടന്മാര് കണ്ടാൽ പെട്ടകം കുത്തിത്താക്കും. ഇവിടെ ഭടനല്ല കണ്ടത്, ഓർഡർ ഇട്ടവന്റെ പുത്രിയാ കണ്ടേ. കൊച്ചിനെ കയ്യിലെടുത്തു പിടിച്ചു. ഹമി സ്തോത്രം. ഹമി ഇങ്ങനെ കഴുത്തെ ഞെക്കി അങ്ങോട്ട് എറിയേണ്ടവിടെ മുഖഭാവം മാറി. ഞാനൊരു വെളിപ്പാട് പറയാം. തമ്പുരാൻ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിനക്ക് കൃപ തന്നാൽ അത് നിനക്ക് പോലും അത്ഭുതമായിരിക്കും. കണ്ണിൽ കൊള്ളേണ്ടത് പുരിയത്ത് കൊണ്ട് മാറുന്ന പോലെ. ഓ ഇത് ഗ്ലോറി, ഗ്ലോറി. നമ്മുടെ കോട്ടയം ചർച്ചില് ഒരു കുടുംബമുണ്ട്. സ്തോത്രം. സഭയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം ബാംഗ്ലൂരിൽ നിന്ന് മോന്റെ അടുക്ക പോയിച്ച് തിരിച്ച് ബസ്സിൽ വരിക. സേലം കഴിഞ്ഞ് വരുമ്പോൾ ആ വണ്ടി ആക്സിഡന്റ് ആയിപ്പോയി. ആക്സിഡന്റ് ആയി എങ്ങനെയാണെന്നറിയോ? ജീസസ്. പുള്ളിക്കാരത്തി അന്നേരം വരെ ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. ഇടയ്ക്ക് എങ്ങനോ ഇങ്ങനായിപ്പോയി. ഇത്ര നടന്നുള്ളൂ. ഇങ്ങനെ ഉറങ്ങിയ പുള്ളിക്കാരത്തി ഇങ്ങനായിപ്പോയി. ഓടിക്കൊണ്ടിരുന്ന വണ്ടി ബ്രേക്ക് വിട്ടിട്ട് കിട്ടിയില്ല. മുമ്പിൽ കമ്പി കെട്ടിപ്പോയൊരു വണ്ടിയെ ചെന്ന് കയറി. തൊട്ട് മുമ്പിലിരുന്ന കന്യാസ്ത്രീയെ തുളച്ചോണ്ട് ഈ ചെവിയുടെ അറ്റത്തൊരു കുഞ്ഞു മുറിവുണ്ടാക്കി വെച്ച് പോയി. ഇങ്ങനായിരുന്നു പെടലിയെങ്കിൽ ഇന്ന് ആ സിസ്റ്റർ ഭൂമി കാണുകയില്ല. ജീസസ്. അവൻ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു, നിന്റെ ഒരു ചെറിയ മൂവ്മെന്റ്സിനകത്ത് വരെ ഹോളി സ്പിരിറ്റിന്റെ ചലനങ്ങളുണ്ട്. ഗ്ലോറി. നിന്റെ സൂക്ഷ്മത കുറവല്ല നീ ഇവിടെ വണ്ടി ഓടിച്ചു വന്നേ. നിന്റെ സൂക്ഷ്മത കുറവല്ല ഈ സ്റ്റെപ്പ് ഇറങ്ങി പോയത്. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന്. എനിക്കൊരു ബോധ്യം തരും എന്തായിരുന്നു? ചിലതൊക്കെ ഒഴിഞ്ഞു പോവും. നിന്റെ വീട്ടിൽ വരേണ്ടതാ, പക്ഷെ ഒഴിഞ്ഞു പോവും. നീ ദേശത്ത് അപമാനിക്കപ്പെട്ടതാ, പക്ഷെ ഒഴിഞ്ഞു പോവും. നീ ദേശത്ത് തനകുലിക്കേണ്ട വിഷയം, പക്ഷെ ദൈവം ഒഴിഞ്ഞു പോവും. ഓ, എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഇസ്രായേലിനോട് പറയുക, ഇന്നും നിന്റെ വീടിന് ഒരാട് അറുക്കപ്പെടണം. എന്നിട്ട് ആടിന്റെ രക്തം കട്ടളക്കാലയിലും കുറുമ്പടിയിലും പുരട്ടണം. എന്തിനാ മോശെ? ഒറ്റ കാര്യമാ. ഇന്ന് രാത്രി അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും അലമുറ ഉണ്ടാകും. പക്ഷെ നിന്റെ വീടിൽ നിന്ന് അത് ഒഴിഞ്ഞു പോവും. ഓ, വ്യക്തമായി ദൈവം സംസാരിക്കുക. നിങ്ങൾ ആവിഷ്കരിക്കാത്ത പദ്ധതി ദൈവം ആവിഷ്കരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കാത്ത പദ്ധതി ദൈവം രൂപം കൊടുക്കുന്നു. മനസ്സുകൊണ്ട് പറഞ്ഞേ, ഇത് നിന്റെ ദിവസമാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നെഞ്ചത്ത് കൈവച്ചത് ഇത് എൻ്റെ ദിവസമാ. ഇന്ന് ചിലതൊക്കെ ഒഴിഞ്ഞു പോകും, ഒഴിഞ്ഞു പോകും. കാരണം നിനക്ക് ബോധ്യപ്പെടാൻ പോവുക, നീ ഒരു ചിറകിന്റെ കീഴിലാണ്. ഞാൻ വാക്യത്തിൽ വേട്ടെ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണേ. കേട്ടോ, എന്നോട് കൃപയുണ്ടാകണേ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഈ നിഴലിൽ നിന്നാൽ നിനക്ക് വരേണ്ട ആപത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞില്ലയോ? ജനുവരി മാസം സൂക്ഷിച്ചോണമെന്ന് കൃത്യമാ. പക്ഷെ ആ സമയമായപ്പം ആ നിഴല് നിന്റെ വീടിനെ മൂടി. ഒരു വഴിയായി വന്ന ശത്രു 7 വഴിയായി. ഗ്ലോറി.
നിനക്ക് മനസ്സിലാകുന്ന ഒരു വചനം കൂടെ വായിക്കാം. 27 സങ്കീർത്തനം എടുത്തേ. ഒരു പ്രാർത്ഥനയാ. 17 സങ്കീർത്തനം ഒരു പ്രാർത്ഥന. 17 സങ്കീർത്തനം ഒരു പ്രാർത്ഥന. സ്തോത്രം. 17 സങ്കീർത്തനം 8 വാക്യം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ. എന്നെ കാക്കേണമേ. എന്തോ ഈ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കണേ എന്തുവാ? ഇങ്ങോട്ട് നോക്ക്, പറയാം എന്നാ. ഇങ്ങോട്ട് നോക്കി. ഈ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, കാട്ടിപ്പ കൂട്ടിപ്പ കാട്ടാനെ കണ്ട പേടിക്കുമോ? സിമ്പിളാ. എന്തുവാ സംഭവം? അപ്പോൾ പേടിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഒരൊറ്റ ഊത് കൊടുക്കും കണ്ണിലോട്ട്. അപ്പോൾ എന്ത് ചെയ്യും? കണ്ണ് അടയും. എൻ്റെ കാരണം പറയാം. കാറ്റ് വരുന്നുണ്ട്, അടയ്ക്കണേ, റെഡിയായിരുന്നോണം. ഇതൊന്നും വേണ്ട. വേണോ? നിന്റെ കണ്ണിന് നേരെ ഒരു കൊച്ചു കമ്പ് വന്നാൽ ഉടനെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് അടയും. ഡോക്ടർമാരോടൊക്കെ ചോദിക്കണേ, കണ്ണിനകത്ത് എന്തെല്ലാം സംഭവങ്ങളാ. ഇതുള്ളപ്പോൾ ഇതിൻ്റെ ഗുണം അറിയത്തില്ല. ഇതുള്ളപ്പോൾ ആവശ്യമില്ലാത്തതല്ല ഇതുകൊണ്ട് കാണും. മിണ്ടുന്നില്ല. ഇതിൻ്റെ വില ഭയങ്കരമാണ്. പോട്ടെ, സ്തോത്രം. ഞാൻ വിഷമിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തേലും വന്നാൽ കണ്ണ് പെട്ടെന്നാടി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഒരു ദിവസം എത്ര ആഴ്ച അടഞ്ഞു ഉറക്കുന്നുണ്ട്? അറ്റേച്ച് ചുമ്മാ ഇരിക്കുമല്ലോ, അവയിലും ഒന്ന് എണ്ണ. ഒരു ദിവസം രാവിലെ കണ്ണാടി മുഖത്തിൽ പോയിരുന്നു. ഓരോ പ്രാവശ്യം വേണ്ട നോക്കുമ്പോൾ എന്നും വെട്ട് കണ്ടോ? എൻ്റെ കാര്യം എന്താ? അകത്തുള്ള ഈ കൃഷ്ണമണിയെ എന്ത് ചെയ്യുക? ഇത് സംരക്ഷിക്കുക. കണ്ണിൻ്റെ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡും എന്നെ ഇതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കണേ കർത്താവേ. മനസ്സിലായി? 24 hours നിനക്കെതിരെ ആയുധം എടുത്താലും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ. വചനം നിങ്ങൾ അകത്തോട്ട് കയറട്ടെ. എനിക്ക് തരാൻ 1 കോടി രൂപയില്ല. വചനമുണ്ട്, വചനമുണ്ട്. പണത്തേക്കാൾ വിലയുള്ള വചനം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ. കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും, കേട്ടോ, എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. പിടിക്കാൻ വന്നതാ. ഒരെണ്ണത്തിന് തൊടാൻ പറ്റിയില്ല. കാരണം എന്താ? ഞാൻ അവന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുക. ഇന്ന് ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ആരോടൊക്കെ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, അവന്റെ ചിറകിന്റെ നിഴലിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായിക്കോ, ഒരുവന്റെ ചിറകിന്റെ നിഴലിലാണ് നീ ശരണപ്പെടുന്നത്. ഹല്ലേലൂയ. അമ്മി അവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അമ്മി ആ വാക്യം ഒരിക്കൽ കൂടെ നമ്മൾ വായിച്ചു കേൾപ്പിക്കുക. ഹല്ലേലൂയ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. നിന്റെ കുടുംബത്തെ പിടിക്കാൻ ചിലർ തീരുമാനിച്ചിട്ടുണ്ട്. സ്തോത്രം. എണ്ണ പിടിക്കാൻ പറ്റുമോ? 1 കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചാൽ ഒന്ന് പിടിക്കാവോ? ഇല്ല. പിടിക്കാൻ പോയാൽ നീ കുഴയത്തേ ഉള്ളൂ. കുറേ നാൾ കൊണ്ട് നിന്നെ പിടിക്കാൻ ചെല്ലു നോക്കുക. അവരിപ്പം എല്ലാം കഴിഞ്ഞ് തോറ്റിട്ട് കരയ്ക്ക് കയറിയിരിക്കുക. സ്തോത്രം. പണ്ടൊരിക്കൽ ചുമ്മാ സ്തോത്രം പറഞ്ഞൊരു മോർദേക്കായിയെ പൊക്കാൻ ഒരു ഹാമാൻ ഇറങ്ങിയതാ. പിന്നെ അവൻ്റെ ജീവിതത്തിൽ ആരെയും തൊടാൻ കൊടുത്തിട്ടില്ല. താൻ തീർത്ത് കളഞ്ഞു തമ്പുരാൻ അവനെ. ഞാൻ ഇനി ദൂതിലോട്ടൊന്ന് വരിക. ദൈവത്തിന് സ്തോത്രം. വാക്യത്തിലോട്ട് വരിക. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ദൈവം നിഴലിടുന്നതിൻ്റെ ചില ദൂതുകൾ നിങ്ങളോടൊന്ന് പറയാം. ഒരു വാക്യം നമ്മുടെ മനസ്സിൽ ഒരു വചനത്തിൽ നിന്ന് വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിച്ചു കേൾക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇത് യേശുക്രിസ്തുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് മറിയയോട് ദൈവദൂതൻ കൈമാറുന്ന ദൂത. ഞാൻ ഇതിനകത്ത് ഒരു ചെറിയൊരു ദൂത് നിങ്ങളുടെ മനസ്സിലോട്ട് തരിക. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ പിമ്പിലെ പദ്ധതി ദൈവികമായിരുന്നോ മാനുഷികമായിരുന്നോ? പറ. തിരുവല്ലക്കാർക്ക് തീരെ വോയിസ്. വീട്ടിൽ വർത്താനം പറയുന്നതൊക്കെ എന്നോ ശബ്ദമാ. പറ. 100% ആണല്ലോ ദൈവിക. അങ്ങനെങ്കിൽ ദൈവ
ദൈവം എന്തെങ്കിലും ഒരു ദൈവിക പദ്ധതി ഒരു വ്യക്തിയിൽ വെളിപ്പെടുത്താൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ നിഴല് അവൻ്റെ മേൽ വീഴാൻ തുടങ്ങും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയും, അടുത്ത ചില ദിവസത്തിനുള്ളിൽ, ഒരുപക്ഷെ അടുത്ത എനിക്കൊരു ദിവസം തന്നെ 42 ദിവസത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് ഉരുവാകാനിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയോട് ബന്ധപ്പെട്ട് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. Glory to God. Glory to God. Glory to God. ഞാനതൊന്ന് വെളിപ്പെടുത്തി തരാം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ചാൽ വെളിപ്പെടുത്തി തരാം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നിങ്ങളിൽ നിന്ന് ശ്രേഷ്ഠമേറിയത് എന്തോ പുറത്തു വരാനുണ്ട്. എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ട്? ആരാധിക്കുന്ന ചിലരോട് പറയാം, നിങ്ങൾ നോക്കിക്കേ, സ്വത്രം, നമ്മൾ ഒരാളെ നോക്കുന്ന പോലെയല്ല ദൈവം ഒരാളെ നോക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഈ നമുക്ക് മാനുഷികമായിട്ട് നമുക്ക് ചുമ്മാ സഭയെ മുഴുവൻ മുടിക്കുന്ന ഈ ശൗലിനെ നോക്കി വെച്ച് നമ്മൾ എന്തോ പറയും, ഇവൻ ജനിക്കാതിരുന്നേ കൊള്ളായിരുന്നു. കർത്താവ് വെളിയിൽ നിന്ന് പറയാ, ഇവൻ ജനിച്ചതിന് സ്തോത്രം. ഇടമിണ്ടുന്നില്ല. അതെന്നാ കാര്യം? നിങ്ങൾക്ക് ഉപദ്രവിക്കുന്ന ശൗലിനെ അറിയാമെങ്കിൽ നാളെ ലേഖനമിടുന്ന പൗലോസിനെ ദൈവത്തിനറിയാം. സ്തോത്രം. കാളെ പൂട്ടുന്ന ഏലീശായ്ക്കകത്ത് ഇരട്ടി അഭിഷേകത്തിന്റെ ശുശ്രൂഷ കിടപ്പുണ്ട്. ഓ ജീസസ്. ആടിനെ തീറ്റാൻ വടി പിടിച്ചവന്റെ കയ്യിൽ രാജ്യത്തിന്റെ ചെങ്കോല് കൊടുക്കാൻ കൊള്ളാമെന്ന് ദൈവത്തിന് തോന്നി. എനിക്കെന്തോ ദൈവത്തിന്റെ ആത്മാവിനോട് പറയാം, നിന്റെ മേൽ ആത്മാവ് നിഴലിടാൻ പോവുക. നിന്റെ അകത്തൊരു കഴിവ് മറഞ്ഞു കിടപ്പുണ്ട്. നിന്റെ അകത്തൊരു ബിസിനസ്സുകാരൻ ഉറങ്ങിക്കിടപ്പുണ്ട്. നിന്റെ അകത്തൊരു അഭിഷക്തൻ ഉറങ്ങി. ഈ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കുണ്ടായ കുറച്ച് ഫീലിങ്സ് നിങ്ങളോട് പറയാം. ഞാൻ ഒരിക്കൽ ജീസസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരാൾ നമ്മുടെ തോളത്ത് വന്ന് ഇങ്ങനെ ശക്തിയോടെ, ഒരു എന്നെക്കാട്ടി കയ്യുടെ വലിപ്പമുള്ള ഒരാൾ നമ്മുടെ തോളത്ത് വന്ന് ശക്തിയോടെ പിടിച്ചാൽ നമ്മുടെ ഓൾ ബോഡി ഷേക്ക് ചെയ്യുന്ന പോലെ ഒരിക്കൽ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു കൈ വന്ന് പിടിച്ചു. കഴിഞ്ഞ ദിവസം ലിനിയനോട് പറഞ്ഞു, ലിനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിനിയുടെ ഇവിടെ വന്ന് ഒരു കൈ പിടിച്ചു. ആരെയും കണ്ടില്ല, പക്ഷേ എന്നോട് ചോദിച്ചു എന്താ. ഞാൻ പറഞ്ഞു, എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ നിൽക്കുന്ന ചിലരോട് പറയാം, ഇപ്പം ഞങ്ങൾക്കുണ്ടായ അനുഭവം പറഞ്ഞതില്ല, മൈക്ക് എന്നാൽ നിങ്ങൾക്ക് മൊത്തം അനുഭവമുണ്ട്. എന്തോ ചില കാര്യം തുടങ്ങുന്നതിന് മുമ്പ്, എന്തോ ചില കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം പല നിലകളിൽ നമ്മെ വന്ന് മൂടാറുണ്ട്. 80 വർഷം കൊണ്ട് ജീവിതം അവസാനിക്കാൻ പോവാന്ന് പറഞ്ഞ മോശ അന്ന് വരെ കാണാത്തൊരു തീ കാണുക. എന്താ ആ തീയുടെ മുമ്പിൽ നിന്ന് മോശ പോകുന്നത്? 80 വയസ്സുള്ള വല്യപ്പനായിട്ടല്ല, 40 ലക്ഷത്തിലെ വിടുതലിന് വേണ്ടി എഴുന്നേൽക്കുകയാ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം, നിന്റെ ലൈഫിൽ എന്തോ ഒരു വഴിത്തിരിവുണ്ടാകാൻ പോവുക. എന്തോ ഒരു ഒരിക്കൽ ഒരു ഫാമിലി എന്നെ കാണാനായിട്ട് വന്നു. അവർക്ക് 5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. സ്തോത്രം. ആ കുഞ്ഞിൻ്റെ 5ാമത്തെ വയസ്സ്. ആ കുഞ്ഞൊന്നും മിണ്ടുന്നില്ല. 5 വയസ്സായിട്ട് 5ാമത്തെ വയസ്സിൽ കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയണ്ടില്ലേ? ആണോ? സ്കൂളിൽ പോകണ്ടല്ലേ? അമ്മ എന്ന് പോലും വിളിക്കുകയില്ല. ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. ആ പേരൻസ് ഭയങ്കര ദുഃഖിതയാണ്, അവരുടെ കുഞ്ഞു മിണ്ടുന്നില്ല. അവരെന്നോടൊരു കാര്യം ഷെയർ ചെയ്തു. ഒരു ദിവസം രാത്രി ആ ബ്രദർ ഉറങ്ങുമ്പം ഗ്ലോറി പുള്ളി പറഞ്ഞു, ഒരു 5-6 മെത്ത ഒരാളെ വെച്ച് കെട്ടിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനൊരു ഫീല് രാത്രി ഉണ്ടായി. രാവിലെ എഴുന്നേറ്റപ്പോഴും ഒരു 3-4 മെത്ത വെച്ച് കെട്ടിയ ഒരാൾ നടക്കുന്ന പോലെ. അപ്പൊ പുള്ളിക്കാരൻ്റെ ഭാര്യ ചോദിച്ചു, അച്ഛൻ എന്തോ പറ്റി? ഒരു വല്ലാത്ത മോളെ എനിക്കറിയത്തില്ല, ഇന്നലെ വൈകിട്ട് തൊട്ട് എന്നെ ആരോ പൊതിയുന്നൊരു ഫീൽ. ഹല്ലേലൂയ. പുള്ളി ചെന്ന് കസേരയിരുന്ന് പുള്ളിയുടെ കൊച്ചിനെ എടുത്ത് പുള്ളിയുടെ മടി വെച്ചു. ജീസസ്. പുള്ളി എന്നോട് പറയുക, കൊച്ച് അപ്പാന്ന് വിളിച്ചു, അമ്മേന്ന് വിളിച്ചു. അന്ന് തൊട്ട് കൊച്ചു വർത്താനം പറയാൻ തുടങ്ങി.
പുള്ളി പറഞ്ഞു, കുഞ്ഞ് സ്ഫുടമായിട്ട് എന്ന് വർത്താനം പറയാൻ തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ ബോഡിയിലെ ഫീലിംഗ് നഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം പറഞ്ഞു, മോനെ സ്തോത്രം, തമ്പുരാൻ നിന്നെ ഒന്ന് പൊതിഞ്ഞതാ. എനിക്കെന്തോ ഒരു വലിയ ബോധ്യം ദൈവം തരുക. ആരുടെ ലൈഫിൽ നടക്കാത്ത ചില അസാധാരണ സംഭവം നിന്റെ ലൈഫിൽ നടക്കാൻ മറിയയുടെ മേൽ പരിശുദ്ധാത്മാവ് നിഴലിട്ടു. അത്യുന്നതന്റെ ശക്തി. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ വീട്ടിൽ ദൈവസാന്നിധ്യമുണ്ടായാൽ നിങ്ങളുടെ 99% പ്രശ്നങ്ങൾക്കും പരിഹാരം. ഭാര്യയും ഭർത്താവും നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാക്കരുതെന്ന് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം, വഴക്കുണ്ടാക്കാൻ ഉദ്ദേശിക്കാൻ എന്നാ കാര്യം? എനിക്കൊരു കാര്യമില്ല. ഉപ്പ് തിന്നുന്ന ആരാന്നോ അവർ കുത്തിയിരുന്ന് വെള്ളം കുടിക്കും, നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കും, അല്ലാതെ നമ്മളൊന്നും. ഞാൻ ഉപ്പ് തിന്നാൽ ഒരിക്കലും സാം വെള്ളം കുടിക്കുകയല്ല. ഞാൻ ഉപ്പ് തിന്നാൽ ജയം പാസ്റ്റർ വെള്ളം കുടിക്കുമോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നിങ്ങൾക്ക് ആ വിപത്ത്. ഒരു വീട്, നിങ്ങളുടെ വീട് മാർബിൾ ഇട്ടതോ 6000 സ്ക്വയർ ഫീറ്റോ 60,000 സ്ക്വയർ ഫീറ്റോ ആയിക്കോട്ടെ, അതല്ല വിഷയമല്ല. ആ വീട്ടിൽ ദൈവസാന്നിധ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. ഞാൻ പറയുന്ന ഓരോ ദൈവമക്കളും അളന്ന് തൂക്കി വർത്താനം പറയണം. ഏറ്റവും കൂടുതൽ വർത്താനമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ പ്രശ്നത്തെ വിവാദ പ്രശ്നമാക്കുന്ന വാക്ക. അതുകൊണ്ടാണ് ലേഖനങ്ങൾക്കകത്ത്, ഇതര ലേഖനങ്ങൾക്കകത്ത് എഴുത്തുകാരെ പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത്, നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് കൃപയോട് കൂടിയതും. അച്ഛാ എന്തോ ഉണ്ട്? കൃപ കൃപ. മോളെ എന്തോ ഉണ്ട്? കൃപ. അങ്ങനല്ല, മിണ്ടുന്നില്ല. അങ്ങനാണ്. ഞാൻ ഇപ്പം വർത്താനം പറയാം, സിസ്റ്റർ എന്തോ ഉണ്ട്? സുഖമായിരിക്കുന്നോ? കൃപ കൃപ. അതല്ല. ചില കണ്ടിട്ടില്ല, യോഗത്തിന് കർത്താവേ 7 അടിയാട്ടിയെ പൊടിയോളം താഴ്ത്തുന്നു, വീട്ടിൽ ചെല്ലുമ്പോൾ മുളക് പൊടി പോലെ പറക്കും. അങ്ങനല്ല. വാഗൊണ്ടല്ല വിഷയം. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കണം, പിള്ളേരെ സ്നേഹിക്കണം. മിണ്ടുന്നില്ല. നാളെ ഞാൻ കുഞ്ഞുങ്ങളോടൊരു കൊച്ചു കാര്യം പറയാം. ഈയിടെ ഒരു മോന് ജോലി കിട്ടുന്നില്ല. അവൻ എത്ര കിട്ടും, നല്ല ജോലി കിട്ടുന്നില്ല. അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നീ വെറുതെ പ്രാർത്ഥിക്കണ്ട, ഇവൻ ഉടനെ ജോലി കിട്ടത്തില്ല. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? ഇവൻ്റെ അമ്മ 8 വട്ടം തല്ലിയിട്ടുണ്ട്. സ്തോത്രം. ഇവനെ ഞാൻ ഇച്ഛ എന്ന് പറഞ്ഞ അക്ഷരം ചൊവ്വ എഴുതിക്കും, എന്നിട്ടേ ജോലി കൊടുക്കത്തുള്ളൂ. ഇന്നും കിട്ടിയിട്ടില്ല. ഞാൻ പുള്ളിയോട് പറഞ്ഞു, അമ്മ എത്ര തല്ലിടാ? ഒത്തിരി ഇല്ല, 5 ഓർമ്മയിലുണ്ട്. അമ്മ പറഞ്ഞ 8 ഉണ്ടെന്ന്. അമ്മ എന്നോട് ദൈവം പറഞ്ഞ 8 ഉണ്ടെന്ന്. എന്തോ പറ്റി? ഇവിടെ വല്ല കുഴപ്പമുണ്ടായോ? അമ്മ തല്ലുന്ന പിള്ളേർ വല്ലോ ഇവിടെ കേൾക്കുന്നെങ്കിലോ ലൈവിലുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. അമ്മയൊന്നും ചെയ്യത്തില്ല, അമ്മ പരാകത്തുമില്ല. പക്ഷെ മേളിൽ നടപടി ഉണ്ടാവും. സ്തോത്രം പോയോ? ഇപ്പം പറയണ്ടായിരുന്നില്ലയോ? പോട്ടെ, പരിശുദ്ധാത്മാവല്ലേ പറഞ്ഞേ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇച്ചിരൂടെ ഗഹനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ വീടിനകത്ത് ദൈവസാന്നിധ്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞു വെച്ച് അവസാനം പറയും, ഇന്നലെ വൈകിട്ട് സാത്താൻ അങ്ങ് പ്രവർത്തിച്ച്. ഒന്നുമല്ല, നിന്റെ അകത്ത സാധനം കിടക്കുക. ഇന്നത് വിട്ടുപോകണം. നിങ്ങളുടെ വീട് ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. അങ്ങനെങ്കിലേ അനുഗ്രഹം നിലനിൽക്കത്തുള്ളൂ. ഒരു നല്ല ആമയും പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ലൂക്കോസ് 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. എനിക്ക് വലിയൊരു ബോധ്യം കർത്താവ് തരുക. ജീസസ് ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് നിഴലിടാൻ പോവുക. അത്യുന്നതന്റെ ശക്തി ചിലരുടെ മേൽ. നിന്നിൽ നിന്ന് എന്തോ അസാധാരണമായത് വെളി വരാനുണ്ട്. നിന്നിൽ നിന്ന് എന്തോ വാക്തത്വം പുറത്തു വരാനുണ്ട്. ആരുടെ ലൈഫിൽ ഇല്ലാത്ത ചില കാര്യം നിന്നിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി അടുത്തൊരു ഭാഗം കൂടെ യെശയ്യാ പ്രവചനം എടുത്തേ. ഹല്ലേലൂയ.
49 അധ്യായം എടുത്തേ, 2-ാമത്തെ വാക്യം. പെട്ടെന്ന് പോകണം, ഇനിയും വളരെ വേഗത്തിൽ പോകണം. യെശയ്യാ 40. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, മൂർച്ചയുള്ള വാൾ പോലെയാക്കി, ഒരു വാൾ പോലെയാക്കും. തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. ദൈവം നിന്നെ ആ ഒരു മൂർച്ചയുള്ള വാള് പോലെയാക്കി എവിടെ എന്ത് ചെയ്യും? ദൈവത്തിന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു, നിന്നെ ഒളിപ്പിച്ചു വെക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ചില ദേശത്തിന്റെ വിടുതലിന്, ചില കുടുംബങ്ങളുടെ വിടുതലിന് തമ്പുരാൻ നിന്നെ ഇണങ്ങി ആയുധമാക്കി ദൈവത്തിന്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെക്കാൻ പോവാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ബോധ്യം തരുവാ. ജീസസ്, ആ മഞ്ഞ ഡ്രസ്സിട്ട സിസ്റ്റർ ഒന്ന് കൈപൊക്കി പിടിക്കാൻ, ആ മഞ്ഞ ഷാളിട്ട ഒന്ന് കൈപൊക്കി പിടിച്ചാൽ മതി. അല്ല പറയില്ല, നിങ്ങൾ തന്നെ. ജീസസ്, നിങ്ങളുടെ വീടിനോട് ബന്ധപ്പെട്ട് ജീസസ് ദൈവത്തിൻ്റെ നിഴല് നിങ്ങളുടെ വീടിന്മേൽ വീഴാൻ പോവാ. നീ എത്ര നോക്കിയിട്ടും നിന്റെ വീട് നിയന്ത്രണത്തിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? എന്നാൽ ഇന്ന് ദൈവം പറയുക, നിന്റെ വീട്ടിലുള്ള ചിലതിനെ ദൈവം തൊടാൻ പോവാ. ചിലതിനെ തൊട്ടാൽ നിന്റെ വീടിനകത്ത് അസാധാരണ സംഭവങ്ങൾ നടക്കും. നീ ഇവിടെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ചിലതിനെ ദൈവം ഈ ദിവസങ്ങളിൽ തൊടാൻ പോവുക. ചിലതിന് വലിയ മനസാന്തരം. ഓ ഹല്ലേലൂയ. മോളോടൊന്ന് കൈ പൊക്കി പിടിക്കാൻ മോളെ. അല്ല പറയില്ല. നിന്റെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുക. ജീസസ്, ഞാൻ കാണുന്ന കാഴ്ച പറയാം. ഒരു കപ്പൽ മുമ്പോട്ട് പോകുമ്പോൾ വലിയൊരു മഞ്ഞ് മലയിൽ ചെന്ന് ഇടിച്ചിട്ട് കപ്പൽ പുറകോട്ട് പിന്നെയും വന്നു. ജീസസ്, പിന്നെയും ചെന്നിടിച്ചു, പിന്നെയും പുറകോട്ട് വന്നു, പിന്നെയും ചെന്നിടിച്ചു, പിന്നെയും പുറകോട്ട് വന്നു. അടുത്തൊരു ഇടിയിടിച്ചു. ആ മഞ്ഞുമല 2ആയി മാറി. നിന്റെ കപ്പലിന്റെ വേഗത വർദ്ധിക്കാൻ തുടങ്ങി. നിന്റെ ലൈഫിൽ ഇപ്പോൾ നീ ഫേസ് ചെയ്യുന്ന ആ തടസ്സത്തെ അടുത്ത സ്റ്റെപ്പിനകത്ത് പൊട്ടുവന്നു. നിന്റെ വീടിന്റെ ചരിത്രം തിരുത്താൻ നിന്നെ ദൈവം ഉപയോഗിക്കും. നീ പോകേണ്ട രാജ്യം വരെ തമ്പുരാൻ ഒരുക്കി കഴിഞ്ഞു. എനിക്ക് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ് എന്നോട് പറയുക, ചിലരുടെ മേൽ നിഴലിടുകയാ ദൈവം. ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇവിടെ മാത്രമല്ല, അങ്ങ് ന്യൂയോർക്ക് വരെ ജീസസ് ദൈവത്തിന്റെ കൈ ഓടി ചെല്ലുകയാ. ആരുടെയൊക്കെയോ കുടുംബങ്ങൾക്കകത്ത് ഇത് ദൈവാത്മാവ് നിഴലിടാമോ? ശ്രദ്ധിച്ചിരുന്ന പറയട്ടെ ദൂത്. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുക, നീ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാൻ പോവുക വാർത്ത. ഇല്ലാത്ത പലതും നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോവുക. ഉരുവാകത്തില്ലെന്ന് പറഞ്ഞ പലതും ഉരുവാകാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞാൻ ആത്മകണ്ണുകളിലൂടെ കാണുകയാ, ഇന്നു പകൽ സാത്താന്യമായ മരണ നിഴലുകൾ നിന്റെ വീട്ടിൽ നിന്ന് വഴിമാറുന്നു. ദൈവം പറയാ, നോക്കിയേ, നിന്റെ വായെ എങ്ങനാ മൂർച്ചയുള്ള, അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. ദൈവത്തിന്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വെക്കും. അവൻ എന്നെ മിനുക്കി അമ്പാക്കി, നിന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു, തമ്പുരാന്റെ പൂണിക്കകത്ത് മറച്ചിടും. ആവശ്യമുള്ളപ്പോ യാക്കോബിന്റെ വല്ലഭന്റെ വില്ല വെച്ച് നീ എന്ന അമ്പിനെ ചില ദേശത്തേക്ക് തൊടുത്തുവിടാൻ. സ്തോത്രം. നിങ്ങൾ സത്യം ഒറ്റ ഭാഗം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. നിങ്ങളത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഹോശേയ പ്രവചിച്ചിട്ടുണ്ട്. സ്തോത്രം. വീണ്ടും ധാന്യം വിളയും, മുന്തിരി വള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിന്റെ പോലെ. 3 കാര്യമാണ്. ചിലത് വിളയും, ചിലത് തളിർക്കും, ചിലതിൻ്റെ കീർത്തി പരക്കും. എവിടെ? ഈ നിഴലിൽ പാർക്കുന്നവർക്ക്. ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, എത്ര പേർ കൊതിക്കുന്നുണ്ട് ഈ നിഴല് എൻ്റെ മേൽ വീഴണം. ബൈബിൾ അടയ്ക്കരുത്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 15-ാം വാക്യം കൂടെ വായിച്ചിട്ട് ബൈബിൾ അടയ്ക്കും. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. ഇപ്പം ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിലോട്ടല്ല പോകുന്നത്.
പത്രോസിന്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥനാ സ്ഥലത്തോട്ട് പോകുന്ന വഴിയിൽ കിടക്കകളിൽ മാരക രോഗികളെ കിടത്തിയിരിക്കുക. എന്തിനാ? പത്രോസിന്റെ നിഴൽ. പത്രോസിന്റെ മേൽ കിടക്കുന്ന നിഴലേതാ? ദൈവത്തിന്റെ നിഴല്. ദൈവത്തിന്റെ നിഴല് കിടക്കുന്ന പത്രോസിന്റെ നിഴല് ഒന്ന് തട്ടിയെങ്കിൽ ക്യാൻസറിന്റെ വൈറസുകൾ യേശുവിന്റെ നാമത്തില്, നിന്റെ ആരോഗ്യത്തെ തകർത്ത രോഗത്തിന്റെ വൈറസുകൾ ആ നിഴല്. ഇതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നതേ. സ്തോത്രം. ഇത് വായിച്ചു പോകാനല്ല, ഇത് ലൈഫിൽ ആമി പ്രാക്ടീസ് ചെയ്യണം. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയും, ഇന്നൊരു ഷാഡോ ഹീലിംഗ് നടക്കണം ഇവിടെ. നീ ഒരു വീട്ടിൽ ചെന്നാൽ, നീ അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ആ വീട്ടിൽ വെളിപ്പെടണം. യേശുവിന്റെ നാമത്തില് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇന്ന് ഈ ആരാധന തീരുമ്പോ നിന്റെ കുടുംബത്തെ ഭരിക്കുന്ന രോഗത്തിന്റെ ബാധ ആ നിഴലടിക്കുമ്പോൾ സ്തുതിക്കണമെങ്കിൽ സ്തുതിച്ചോ, ആരാധിക്കണമെങ്കിൽ ആരാധിച്ചോ. റബല ഹഡബല ബഡബല ബഡബലബ റബന ബഡബല ദിരാല ബഡബല ബഡബല. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ജീസസ്, എനിക്ക് ഒരറിവുമില്ലാത്ത കാര്യം ദൈവം എന്നോട് പറയുന്നു. ഈ നിഴല് നിന്റെ മേൽ വരും. നിന്റെ മേൽ കിടക്കുന്ന നിഴല് നിന്റെ സന്തതിയുടെ മേൽ ചെല്ലും. എനിക്കെന്തോ നിന്റെ വീടിനെ ദൈവ സാന്നിധ്യം കൂട്ടിക്കെട്ടാൻ പോവുക. ആ മരണ നിഴല് മാറുന്നു, ആപത്തിന്റെ നിഴല് മാറുന്നു, അനർത്ഥത്തിന്റെ നിഴല് മാറുന്നു, തല കുനിപ്പിക്കുന്ന നിഴല് മാറുന്നു. ഒരു വലിയ വെളിച്ചം. ദൈവ സാന്നിധ്യം. ഒന്ന് രണ്ട് മിനിറ്റുകൾ നിന്നെ ആ ദൈവ സാന്നിധ്യം മൂടട്ടെ, നിന്നെ ആ ദൈവ സാന്നിധ്യം മൂടട്ടെ. പിശാച് ഇരുട്ടിന്റെ നിറവില് നിന്റെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്ത സകല ദുഷ്ടന്റെ പ്രവൃത്തികളും ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് ജീസസ് തീയിൽ ചപ്പ് കത്തിച്ചാമ്പലാകുന്ന പോലെ നിന്റെ കുടുംബത്തിനകത്ത് ശത്രു കൊണ്ടിട്ടതെല്ലാം കത്തിച്ചാമ്പലാകട്ടെ. നിന്റെ ചിന്താമണ്ഡലത്തിൽ, നിന്റെ ഓർമ്മ മണ്ഡലത്തിൽ, നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ, നിന്റെ അസ്ഥികളിൽ, നാഡീ നരമ്പുകളിൽ, മാംസപേശികളിൽ, രക്തധമനികളിൽ, അസ്ഥി മഞ്ചകളിൽ ശത്രു കൊണ്ട് ഡംപ് ചെയ്ത സകല സാധനങ്ങളും യേശുവിന്റെ നാമത്തിൽ തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ഉരുകി മാറട്ടെ. ഒരു ദൈവ സാന്നിധ്യം. ഒന്ന് രണ്ട് മിനിറ്റ് നിർത്താതെ പ്രാർത്ഥിച്ചേ. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആരും നിർവിചാരികളാകരുത്. Something happened. Something happened. എന്തോ ഇവിടെ നടന്നു കഴിഞ്ഞു. Something happened. അടുത്ത് കേൾക്കാൻ പോകുന്ന വാർത്ത, നിന്റെ കുഞ്ഞിന്റെ മൈൻഡ് മാറി, നിന്റെ വീടിന്റെ സ്ഥിതി മാറി. മരണ നിഴലിന്റെ ദേശം. Holy Spirit, Holy Spirit, Holy Spirit. നിന്റെ വീടിന്റെ നിയന്ത്രണം ദൈവാത്മാവ് ഏറ്റെടുക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ നിയന്ത്രണം ഒരു ഹെവി അനോയിന്റിങ്, ഒരു ഹെവി അനോയിന്റിങ്. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത പോലെ ആലയത്തിൽ ഇറങ്ങിയ ദൈവ തേജസ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ അത് തേജസ്സിന്റെ ശുശ്രൂഷയാ. ഇത് കൃപയുടെ ശുശ്രൂഷയാ. ഒന്ന് രണ്ട് മിനിറ്റുകൾ. ഒന്ന് രണ്ട് മിനിറ്റുകൾ എന്നോട് കർത്താവ് പറയുക, നിന്റെ കുടുംബത്തിന്റെ മേൽ കയറി കൂടിയ പലതും നിന്റെ അനുവാദമില്ലാതെ കയറി കൂടിയ പലതും നിന്റെ അനുവാദമില്ലാതെ തന്നെ ഇറങ്ങിപ്പോകും.
ഓ അങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അസാധാരണമായത് നടക്കാൻ പോകുന്നു. അസാധാരണമായത് നടക്കാൻ പോകുന്നു. അസാധാരണമായത്. എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. കൊതിക്കുവോ? കൊതിക്കുവോ? അവന്റെ നിഴലിൽ പാർക്കുന്നവർ ചിലത് വിളയിക്കും. തരിശു ഭൂമി എന്ന് വിധി എഴുതിയ മണ്ണ് വിളയാൻ പോവാ. ജീസസ്. ചിലത് തളിർക്കും. ചിലതിന്റെ കീർത്തി ദേശത്ത് പരക്കും. അപമാന വിഷയമാക്കുമെന്ന് പറഞ്ഞ വിഷയം, ഓ ഞാൻ പ്രവചിക്കാം, ദേശത്ത് അതിന്റെ കീർത്തി. ചിലർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവും. നിന്നെ ആ ദൈവ സാന്നിധ്യം പൊതിയുന്ന അനുഭവം. ഹോളി സ്പിരിറ്റ്.